പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജിസ്മോൾ, ഇതെൻ്റെ ഹസ്ബൻഡ് കിരൺ, ഇതെൻ്റെ മോൾ ജുവൽ. ഞങ്ങൾ കാഞ്ഞിരത്താനം, കോട്ടയം ജില്ലയിലെ കാഞ്ഞിരത്താനം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഫാമിലിയായി ഞങ്ങൾ മസ്കറ്റിൽ 10 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. അവിടെ നിന്ന് ന്യൂസിലാൻഡിലേക്ക് പോകാനായി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. അങ്ങനെ ന്യൂസിലാൻഡിൽ 2024 ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്ന് 2 മാസത്തെ ക്യാപ് കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ ആ സമയത്ത് അവിടെ നഴ്സുമാർക്ക് ജോലി കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. എല്ലാവരും ഈ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞ് നാട്ടിലേക്ക് കയറി വരികയായിരുന്നു ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരുന്നൊരു സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, ആ ചേച്ചി എല്ലാ ദിവസവും, ആ ചേച്ചി ഉടമ്പടിയിലുള്ള ആളായിരുന്നു. ആ ചേച്ചി എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കൃപാസന പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഞങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാനായിട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഇങ്ങനെയാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത്: 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നീ കാണിച്ചു തരണമേ മാതാവേ എന്നായിരുന്നു ഞാൻ അതിൽ ഇട്ടിരുന്നത്. കൃത്യം 2-ാം ദിവസം എനിക്കൊരു മെയിൽ വന്നു ഓസ്ട്രേലിയയിൽ നിന്ന്. നെക്സ്റ്റ് ഡേ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അതിൽ റെഡിയാണോ എന്ന് ചോദിച്ചൊരു മെയിൽ വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം 1 വർഷത്തെ ഇതായിരുന്നു ആ ഇൻ്റർവ്യൂ ലെറ്ററിലുണ്ടായിരുന്നത്. 1 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് നോക്കിയിരുന്നു. മാർച്ച് 6 എന്നൊരു മാർച്ച് 6 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്നേ ദിവസം തന്നെ മാതാവ് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് ഞങ്ങൾ ഫാമിലിയായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം വളരെയധികം അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. വിസയുടെ 2 തരത്തിലുള്ള വിസയായിരുന്നു ഞങ്ങൾക്ക് അവർ ഓഫർ ചെയ്തിരുന്നത്. ഒന്ന് പെർമനൻറ്റ് വിസ, പിന്നെ രണ്ടാമത്തത് ടെമ്പററി വിസ. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ടെമ്പററി വിസയിൽ പോകാമെന്നായിരുന്നു. കാരണം പെർമനൻറ്റ് വിസ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മാതാവ് ഞങ്ങൾക്ക് പെർമനൻറ്റ് വിസ തന്നെ നൽകി അനുഗ്രഹിച്ചു. അതേപോലെ എൻ്റെ ഒ ഇ ടിയുടെ സ്കോർ എക്സ്പയർ ആകുന്ന സമയമായിരുന്നു ആ സമയം. അന്നേരം ഞങ്ങൾ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ചു: മാതാവേ, ഞങ്ങൾക്ക് ഈ ഒ ഇ ടി എക്സ്പയർ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിസ ലോഡ് ചെയ്യാനായിട്ട് നീ അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ വിസ എക്സ്പയർ ആകുന്നതിന് 1 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് വിസ ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാതാവ് ഞങ്ങൾ ഉടമ്പടിയിലൂടെ അല്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. പക്ഷേ മാതാവ് അപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ 3 പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി പുതുക്കി ഇവിടെ. അപ്പം ഉടമ്പടി പുതുക്കാനായിട്ട് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും തന്നെ ഞങ്ങൾ ഏറ്റവും പുറകിലാണ് നിന്നിരുന്നെങ്കിൽ കൂടി ഹസ്ബൻഡിനായിരുന്നു മാതാവിനെ ലഭിക്കാനായിട്ട് അവസരം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ മാർച്ച് 6 വീണ്ടും എൻ്റെ ഒരു ബർത്ത്ഡേ ഡേറ്റ് തന്നെ ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ മാർച്ച് 6 ഞങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിലും അന്നേ ദിവസം വിസ വന്നില്ല. പക്ഷേ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡിന് മാർച്ച് 21 എന്നൊരു ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ അതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ശനിയാഴ്ച വിസ വരുമോ എന്നുള്ളൊരു സംശയം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പക്ഷേ ശനിയാഴ്ച ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഞാൻ ഫോൺ നോക്കിയപ്പോൾ കറക്റ്റ് 7:30 ആയി. ഫോൺ നോക്കിയപ്പോൾ ഞാൻ വിസ വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അന്നേ ദിവസം തന്നെ ഞങ്ങൾക്ക് വിസ തരുവാൻ സാധിച്ചതിന്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഇടപെടലുകളുണ്ടായ ഒട്ടനവധി അവസരങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പേപ്പർ വർക്കുകളിലുടനീളം ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേപ്പർ വർക്കുകളും എല്ലാം മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷമായിട്ട് അസിഡിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളിവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഹസ്ബൻഡ് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അസിഡിറ്റി പൂർണ്ണമായും മാറി. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും തന്നെ രാവിലെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായന, എല്ലാ ദിവസവും തന്നെ 1/2 മണിക്കൂർ ബൈബിൾ വായന, 1/2 മണിക്കൂർ പ്രാർത്ഥന,
ഉടമ്പടിയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഞങ്ങൾ പാലിച്ചു പോന്നിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പത്രം വീട്ടിൽ പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും തന്നെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു കുടുംബത്തിന് എല്ലാ മാസവും അവർക്ക് ഇച്ചിരി കഷ്ടതയിലായിരുന്ന ഒരു കുടുംബത്തിന് അവർക്ക് എല്ലാ മാസവും തന്നെ ഞങ്ങൾ ഭക്ഷണ സാധനങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പൊതിച്ചോറ് എല്ലാ മാസവും തന്നെ പൊതിച്ചോറുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൺലൈൻ വഴിയായി എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ള ജെനുവിനായി തോന്നുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഉടമ്പടി വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സാക്ഷിയോടെ അവസാനിപ്പിക്കുന്നു. യൂഥിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 5-ാം തിരുവചനം. അവിടുന്നാണ് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത്. ഇപ്പോഴുള്ളവയ്ക്കും വരുവാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ. അതേ, അവിടുത്തെ ഹിതം നിറവേറി. നമ്മളെല്ലാവരും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആദ്യ ഭാഗം ചൊല്ലുന്ന പ്രാർത്ഥന അതാണ്: അങ്ങയുടെ തിരുമനസ് നിറവേറട്ടെ, അങ്ങയുടെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിലൂടെ നാം പ്രാർത്ഥിക്കുന്നത്. ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അവിടുത്തെ ഹിതം നിറവേറുന്നതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജിസ്മോൾ കിരൺ മകളോടൊപ്പം കുടുംബമായി അവർ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്, അവർക്ക് ഉടമ്പടി എടുത്തത് മുതൽ അവർക്ക് വേണ്ടി ദൈവം ചെയ്ത വലിയ വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയാനും അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കുവാനും വേണ്ടിയാണ് അവർ ഈ അവസരം ഉപയോഗിക്കുന്നത്. ജിസ്മോൾക്ക് പറയാനുള്ളത്, വളരെ പരിശ്രമിച്ചിട്ടും പരിശ്രമങ്ങളെല്ലാം വിഫലമാകും എന്ന് വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് അവർ ന്യൂസിലൻഡിലായിരുന്നപ്പോൾ ഒരു ചേച്ചി ഒരു കൂട്ടായ്മയിലേക്ക് വിളിച്ച് എല്ലാവരെയും വിളിച്ച് അവരെല്ലാം ഉടമ്പടിയെടുത്ത സഹോദരിമാരാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കൂടി കൃപയിലേക്ക് ആനയിക്കുവാനുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നത്. എനിക്ക് ലഭിച്ചതിലധികം മറ്റുള്ളവർക്കുണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഓരോ ഉടമ്പടി മക്കൾക്കും. ഇതിൽ അസൂയയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ വരുമോ, അവർക്കെല്ലാം കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ. ജോസഫ് അച്ഛൻ്റെ കണക്കനുസരിച്ച് 60 മേനി കൊയ്യുന്നവരാണ് പ്രത്യാശയിൽ ജീവിക്കുന്നവർ. അവർക്ക് എന്തെല്ലാം ലഭിച്ചാലും ഇല്ലെങ്കിലും എനിക്കുള്ളത് ദൈവം തരുമെന്നുള്ള 60 മേനിയുടെ ഒരു വലിയ സാക്ഷ്യങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ജിസ്മോൾ കിരൺ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവർക്ക് ദൈവം പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ്. ഓസ്ട്രേലിയൻ വിസയ്ക്ക് വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ലൈറ്റ് എ കാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഉള്ള ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മ കൃത്യമായി കേട്ട് ഈശോയോട് ആ കൈമാറ്റം നടത്തുകയാണ്. ഉടനെ അവർക്ക് അതിനുള്ള മെയിൽ വരികയും അവരുടെ പ്രോസസ്സ് വളരെ പെട്ടെന്ന് ഇൻ്റർവ്യൂവിനുള്ള ഓഫർ ലെറ്റർ വരികയും അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനത്തിലെത്തുകയും ചെയ്തു. അവർ ആഗ്രഹിച്ചത് ഓസ്ട്രേലിയയിലെ ഒരു ടെമ്പററി വിസയാണ്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയതൊരു ഫാമിലി പെർമനൻ്റ് വിസയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതിലപ്പുറം നാം ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, നാം ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി നിത്യതയോളം നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ അനുഭവമാണ് നാം കേട്ടത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകിയ സാക്ഷ്യത്തിന് നമുക്ക് നന്ദി പറയാം. അവർ വളരെ പെട്ടെന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് നിബന്ധനകളെല്ലാം വളരെ കൃത്യമായി പാലിക്കുന്നു എന്നവർ ഏറ്റുപറയുന്നു. ഈശോയെ സ്നേഹിക്കുവാനും അവിടുത്തെ കാണുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും എല്ലാം ഈശോ ആഗ്രഹിച്ച തരത്തിലെല്ലാം അവർ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയും ഈശോയെ എവിടെയെല്ലാം പ്രഖ്യാപിക്കാൻ സാധിച്ചു അവിടെയെല്ലാം ക്രിസ്തു കൈമാറ്റം ചെയ്ത് തങ്ങളിൽ തന്നെ ക്രിസ്തു രൂപപ്പെടുന്നത് അവർ അനുഭവിക്കുകയും ചെയ്തതിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളി കിരണിനെ 2 വർഷമായിട്ടുള്ള അസിഡിറ്റി വളരെ പെട്ടെന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിപൂർണ്ണ സൗഖ്യം നൽകി എന്നും അവർ ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സങ്കടങ്ങളെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് എത്ര തന്നെ യോഗ്യതകളില്ലെങ്കിലും കൃപ നിറച്ചുകൊണ്ട് ഇവരുടെ ഈ സാക്ഷ്യം പോലെ നമുക്കും സാക്ഷ്യം പറയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.